2025-ലെ കേന്ദ്ര ബജറ്റ് ആദായനികുതി പരിധി 12 ലക്ഷമായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മധ്യവർഗത്തിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണിത്. ഈ നീക്കം ജനങ്ങളുടെ സമ്പാദ്യവും ചെലവും വർദ്ധിപ്പിക്കുമെന്നും അത് ആത്യന്തികമായി സമ്പദ്‌വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കാം. മധ്യവർഗ കുടുംബങ്ങളുടെ നികുതിഭാരം ഇല്ലാതാക്കുന്നതിനാണ് പുതിയ നികുതി സ്ലാബ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ ആദായനികുതി സ്ലാബിന്റെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ. പുതിയ നികുതി സ്ലാബ് ഇപ്രകാരമാണ്: 4 ലക്ഷം രൂപ വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. 8 മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 10% നികുതി. 60 മുതൽ 80 വയസ്സ് പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിസ്ഥാന ഇളവ് 3 ലക്ഷം രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ലക്ഷം രൂപയുമാണ്. മധ്യവർഗത്തിന്റെയും മുതിർന്ന പൗരന്മാരുടെയും നികുതിഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നീക്കം. ഇന്ത്യയിലെ ആദായനികുതി ഇളവിന്റെ ചരിത്രം രസകരമാണ്. 2005-ൽ വരുമാന പരിധി 1 ലക്ഷം രൂപയായിരുന്നു. 2012-ൽ ഇത് 2 ലക്ഷം രൂപയായി വർദ്ധിച്ചു. 2014-ൽ പരിധി 2.5 ലക്ഷമായും 2019-ൽ ഇത് 5 ലക്ഷം രൂപയായും ഉയർത്തി. 2023-ൽ പരിധി 7 ലക്ഷമായും ഇപ്പോൾ 2025-ൽ ഇത് 12 ലക്ഷമായും ഉയർത്തി. ആദായനികുതി ഇളവ് പരിധിയിലെ ഈ ക്രമാനുഗതമായ വർധനവ് മധ്യവർഗത്തിന്റെ നികുതിഭാരം കുറയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നികുതിദായകർക്ക് അനുയോജ്യമായ രീതിയിലാണ് പുതിയ നികുതി വ്യവസ്ഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നികുതി ഘടന ലളിതമാക്കാനും നികുതി സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നീക്കം നികുതി സമ്പ്രദായത്തിന്റെ സങ്കീർണ്ണത കുറയ്ക്കുകയും നികുതിദായകർക്ക് ഇവ പാലിക്കുന്നത് എളുപ്പമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പുതിയ നികുതി വ്യവസ്ഥ ഓപ്ഷണലാണ്. നികുതിദായകർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പഴയ വ്യവസ്ഥയിൽ തന്നെ തുടരാൻ കഴിയുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ നികുതി വ്യവസ്ഥയിൽ വിവിധ കിഴിവുകളും ഇളവുകളും അനുവദിച്ചിട്ടുണ്ട്. ഇത് ചില നികുതിദായകർക്ക് ഗുണകരമാകും. നികുതി ഘടന ലളിതമാക്കാനും നികുതി സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കാനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളും പ്രശംസനീയമാണ്. മൊത്തത്തിൽ ഈ നീക്കം ആളുകളുടെ സമ്പാദ്യവും ചെലവും വർദ്ധിപ്പിക്കുമെന്നും ആത്യന്തികമായി സമ്പദ്‌വ്യവസ്ഥയെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കാം. 2024 ഓഗസ്റ്റിലോ അതിനുശേഷമോ ദേശീയ സേവിംഗ്സ് സ്കീം അക്കൗണ്ടുകളിൽ നിന്നുള്ള പിൻവലിക്കലുകൾക്ക് നികുതിയിൽ നിന്ന് ഇളവ് നൽകാനും ബജറ്റ് നിർദ്ദേശിക്കുന്നു.